ഹോണ്ട സിവിക്ക് 2006 ലാസ്റ്റ് വണ്ടി, പെട്രോളാണ്. ഹോണ്ട സിവിക്ക് ഇത് കിട്ടാത്ത വണ്ടികളാണ്, എല്ലാവരും തിരക്കി നടക്കുന്ന വണ്ടികളാണ്. വില 2.5 ലക്ഷം രൂപയ്ക്ക് പുറത്താണ് ഇതിൻ്റെ വില, അല്ലാതെ കുറഞ്ഞ വിലയ്ക്ക് ഇത് കിട്ടത്തില്ല. 2012 സിംഗിൾ ഓണർ ഡിസയർ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന പുതിയ വണ്ടി പോലെ ഇരിക്കും. KUV 100 K4+ ഏറ്റവും കൂടിയ വണ്ടി, 6 സീറ്റ്, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. 2021 എക്സ്പ്രസോ VXI പ്ലസ് ആണ്, 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 2007 ക്ലീൻ 800 മാരുതി 800 2007 നല്ല ക്വാളിറ്റി വണ്ടി. ഫോർഡ് ഫിഗോ 2013 1,26,000 കിലോമീറ്റർ, നല്ല വണ്ടി, കാണാൻ വൃത്തിയൊക്കെ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം തട്ടുപാലം എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഈഞ്ചവിള ചേട്ടൻ്റെ കടയിൽ വന്നേക്കാണ്. പുള്ളിക്കാരൻ ഷോപ്പിൽ ഇഷ്ടം പോലെ വണ്ടികൾ ഓണം അങ്ങ് എത്തിയല്ലോ. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് വണ്ടികൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ കിൻഡിൽ കണക്ക് വണ്ടി കിടക്കുന്ന ഒരു ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ഉള്ള വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പം 50,000 രൂപ തൊട്ട് മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് എടുക്കാൻ പറ്റിയ ഒരുപാട്, 50,000 രൂപയുടെ 1-2 വണ്ടിയെ കാണുള്ളൂ. പക്ഷേ ആ രീതിയിൽ മുതൽ മുകളിലോട്ട് നോക്കാൻ പറ്റിയ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ ഓണാശംസകൾ. നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ നമസ്കാരം. നമസ്കാരം. ഓണം പ്രമാണിച്ചുള്ള നമ്മുടെ ലാസ്റ്റ് വീഡിയോ, ഓണത്തിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടേക്കുന്നത്. എങ്ങനെയാണ് ഇത്തവണത്തെ വിലയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ്? 50? എല്ലാം 50 രൂപയ്ക്കുള്ളതുണ്ട്. 50-ന് താഴെയുള്ള ഉണ്ടോ? 50-ന് താഴെയുള്ള ഇല്ല. 50. 50 രൂപ. 50 രൂപ തൊട്ട് ഓണം തൂത്തുവാരി അങ്ങ് കൊടുത്ത് വിടുക. കൈ കിട്ടുന്ന മൊത്തം കയ്യിലൊന്നും വെക്കുന്നില്ല. എല്ലാം നല്ല വണ്ടികളാവുന്ന 5-6 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇറങ്ങിയുള്ളൂ. അതിനുശേഷം വീണ്ടും കയറിയ വണ്ടികൾ അപ്പോഴേ അപ്ഡേറ്റ് ചെയ്ത് വിടുകയാണ്. കച്ചവടം പൊളിക്കുക, ഓണം തൂത്തുവാരിക. അപ്പൊ ഏതാണ്ടേ നമ്മൾ 1 വർഷം കഴിഞ്ഞ് ഈ വീഡിയോ തുടങ്ങിയിട്ട്. അതെ, ഈ നമ്മളെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ നമ്മളെ വിശ്വസിച്ചാണ് വണ്ടി എടുക്കാൻ വരുന്നത്. അപ്പോൾ അവരുടെ വിശ്വാസമാണ്, അതിനെ കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാം എഞ്ചിന്, ഗിയർ ബോക്സ് എല്ലാം ഗ്യാരൻ്റി ആയിട്ടാണ് കൊടുക്കുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെങ്കിൽ അവർ വിളിക്കട്ടെ, കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. നല്ല വണ്ടികളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഓണമായിട്ട് വില കുറച്ച് തന്നെയാണ് കൊടുക്കും. ഒരുപാട് പേര് വളരെ ദൂരെ നിന്നൊക്കെ നമ്മളെ വിശ്വസിച്ച് വരുന്നവരല്ലേ. അപ്പോൾ അവർക്കെല്ലാം സമാധാനമായിട്ട് എടുത്തുകൊണ്ട് പോവാം. എന്ത് വിഷയം ഉണ്ടെങ്കിലും ക്വാളിറ്റി കൂടിയ വണ്ടികളും കിടപ്പുണ്ടല്ലേ? എല്ലാം നല്ല ക്വാളിറ്റി വണ്ടികളാണ് കിടക്കുന്നത്. വന്നിരിക്കുന്ന എല്ലാം നല്ല സിംഗിൾ ഓണർ വണ്ടികൾ, ഒരുപാട് വണ്ടികളുണ്ട്. ഏറ്റവും നല്ല വണ്ടികളാണ്. ഓണം അവർക്ക് ആഘോഷിക്കാൻ പറ്റിയ വണ്ടികളാണ് എടുത്തിട്ടിരിക്കുന്നത്. ഓണാശംസകൾ. ഞാൻ ജനങ്ങൾക്ക് ഓണാശംസകൾ കൊടുത്തു. ഓണാശംസകൾ എല്ലാവർക്കും. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. 2012 സിംഗിൾ ഓണർ ഡിസയർ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന പുതിയ വണ്ടി പോലെ ഇരിക്കും. എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ സനൂപ് പറയും. അല്ല ക്ലീൻ ഒരു ഓണർഷിപ്പ് ഫസ്റ്റ് 116 കിലോമീറ്റർ, 115 കിലോമീറ്റർ VDI ഡീസല്. ടൈമിംഗ് ചെയ്യാനൊക്കെ മാറിയോ? എല്ലാം മാറിയതാണ്. എല്ലാം പണിയും കഴിച്ച ഏറ്റവും നല്ല വണ്ടി. വണ്ടി നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അതിനകത്തൊന്നും കോംപ്രമൈസ് ഇല്ല. ടയർ എല്ലാം നല്ല ടയർ, റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഇല്ല, നല്ല ക്ലീൻ വണ്ടി. ഇതിനകത്ത് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അത്യാവശ്യം 290 കൊടുക്കും. എത്ര? 290. ഇത്രയും നല്ലൊരു വണ്ടി, പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്തോണ്ട് വരുന്നതൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി. എന്തെങ്കിലും വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കും. എഞ്ചിന്, ഗിയർ ബോക്സിന് ഗ്യാരണ്ടി, സസ്പെൻഷനുകൾ നല്ലത്, ടയറുകൾ നല്ലത്. 4 ടയറും ഒരേ ലെവലിൽ തന്നെ അല്ലേ? തന്നെ. VDI ഡീസല് 290. അതിന്റെ ഫൈനൽ വിലയാണ് കേട്ടോ. 310 കഴിഞ്ഞ വീഡിയോയ്ക്കും കൊടുത്താണേ. അതാ പിന്നെ ഒരു ബാർഗനിങ്ങിന് വരെ. ഇല്ല. ഇതൊക്കെ ചെറിയ മാർജിനായിട്ടുള്ള കച്ചവടമാണ് കേട്ടോ. സനൂപ് 2017 LXI സിംഗിൾ ഓണർ അൾട്ടോ 800. ചെറിയൊരു ചണക്കുണ്ട്, അത് ക്ലിയർ ചെയ്യുമോ അതോ? ഇല്ല അതൊന്നും വിഷയമുള്ളതല്ല. ബാക്കി നോക്കി നല്ല ഫിനിഷിംഗ് ഇരിക്കുകയാണ്. വണ്ടി പോലെ കൊണ്ടുപോകായിരുന്നു.
സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. എന്തോ ഓടി? 1,45,000 കിലോമീറ്റർ ഓടി. വണ്ടി പുതുപുത്തം കണക്കിരിക്കുകയാണ്. നല്ല ക്വാളിറ്റി, ഓടിക്കാനും ഇൻറ്റീരിയറും ഔട്ടും ഒക്കെ നല്ല ക്വാളിറ്റി. വില തീരെ കുറവാണ്. 2.5 രൂപ മാർക്കറ്റ് വിലയുള്ള വണ്ടിയാണ്. കിലോമീറ്റർ അത്ര ഓടിയത് കാരണം 1,95,000 രൂപയ്ക്ക് കൊടുക്കും. ലാസ്റ്റ് ആണ് 2017 17 LXi ലാസ്റ്റ് വില. ആർക്കെടുത്തോണ്ട് വില 25 രൂപ അപ്പോഴേ ലാഭം കിട്ടും. പോണ വഴിക്ക് കൊടുത്താൽ മതി. അത്ര നല്ല വണ്ടി, ക്ലീൻ വണ്ടി. വലിയ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ സ്ക്രാച്ചുകൾ, അല്ലാതെ വേറെ വലുതായിട്ട് കാണത്തക്ക ദോഷങ്ങളൊന്നും കണ്ടിട്ടില്ല. ആ രീതി വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. തുരുമ്പോ പാച്ചുവർക്കോ ഒന്നുമില്ല. അതിൻ്റെയൊക്കെ സമയമായില്ല. നല്ല വണ്ടിയൊക്കെ അത് പറയേണ്ട കാര്യമില്ല. അത് സമയമായിട്ടില്ല. ടയറെല്ലാം ആവറേജ് കൂടിയ 4 ടയറും നല്ല ടയർ. ഇതിനൊക്കെ ലോൺ എന്തായാലും ലോൺ കിട്ടും. പിന്നെ 2.5 രൂപ ലോൺ കിട്ടും. 2.5 കിട്ടും. ലോൺ. പക്ഷെ ലോൺ ഇട്ട കച്ചവടത്തിന്റെ വില അല്ല പറയുന്നത്. അത് ശ്രദ്ധിച്ചോളണം. ഇവിടെ ലോണിന് വന്നാൽ ആർക്കും ലോൺ ശരിയാവുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എൻ്റെ വിഷയമാണോ അതേ ഇനി എൻ്റെ ജാതകദോഷമാണോ എന്നറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വണ്ടികളെല്ലാം ലോൺ കാരണം 1-2 വണ്ടികൾ പോവാതെ കിടക്കുന്നത് ലോണിന് വേണ്ടി ആൾക്കാർ പിടിച്ചിട്ട് പോവാത്തതാണ്. ഇവിടെ വരുന്നവരെ ലോൺ അവരുടെ വിഷയങ്ങൾ കൊണ്ട് തന്നെയാണ് ലോൺ ശരിയാവാത്തത്. ഇതിപ്പോ ചോദിക്കുന്ന വില 1.95 അല്ലേ പറഞ്ഞു? 1.95. അപ്പം ഫുൾ ലോൺ വേണമെങ്കിലും കയറാവുന്ന വണ്ടിയാണ്. ഫുൾ ലോണും അധികം പൈസയും കിട്ടുന്ന വണ്ടിയാണ്. 2.5 രൂപ മാർക്കറ്റ് വിലയുള്ളതാണ്. 2.5 രൂപ ലോൺ കിട്ടാൻ സാധ്യതയുള്ള വണ്ടിയാണ്. 2007 ക്ലീൻ 800 മാരുതി 800. 2007 നല്ല ക്വാളിറ്റി വണ്ടി. 2007. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് ഫസ്റ്റോ സെക്കൻഡോ എൻ്റെ ബുക്കിംഗ് എത്തിയില്ല. ഓണർഷിപ്പ് ഏതായാലും സനൂപ് നല്ല വണ്ടി. ഒരു നല്ല മാരുതി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഒന്ന് എടുക്കാം. ഒരു കുഴപ്പമില്ലാത്ത വണ്ടി. 65 രൂപ വില. ഒന്നുമില്ല. ക്ലീൻ വണ്ടി. തുരുമ്പും കാണുന്നില്ല, പോറലില്ല, തുരുമ്പുകളില്ല. വേറെ സാധാരണ മാരുതിയിലൊക്കെ കുറച്ച് വിഷയങ്ങളൊക്കെ വരുന്നതാണ്. ഇത് നല്ല ക്ലീൻ വണ്ടി. പുതിയ വണ്ടി കണക്ക് ഇരിക്കുന്നു. അകമൊക്കെ വൃത്തിയാണ്. അകവും പുറമൊക്കെ വൃത്തിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. കിലോമീറ്റർ ജെന്യൂൻ പറയാൻ പറ്റുമോ? കിലോമീറ്റർ ജെന്യൂൻ പറയാൻ പറ്റുമല്ലോ. അല്ല 2007 മോഡലല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതിലൊക്കെ ആരാ കിലോമീറ്റർ തിരിച്ചു വയ്ക്കാൻ പോണത്? 93 കിലോമീറ്റർ. 93. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഏത് വണ്ടി എടുക്കുന്ന സമയത്തും കിലോമീറ്റർ എഴുതിയാണ് മേടിക്കുന്നത്, കിലോമീറ്റർ എഴുതിയാണ് കൊടുക്കുന്നത്. അത് പണ്ട് കാലം തൊട്ടേ എൻ്റെ ശീലമാണ്. അങ്ങനെ ചെയ്യത്തുള്ളൂ. ഇവിടെ ഒരു മിറർ പൊട്ടിയിരിപ്പുണ്ട്, അത് മാറി കൊടുക്കുമോ? ഇല്ല, അതൊക്കെ 100 രൂപയുടെ കേസല്ലേ. അത് 100 രൂപയുടെ കാര്യമാണ്. അത് എപ്പോഴാണ് കാണുന്ന പോലും ഇപ്പോഴാണ്. 100 രൂപ അവർക്ക് അങ്ങ് കിട്ടിയില്ലേ? അല്ല, അത് ഞാൻ കാണുന്ന പോലും ഇപ്പോഴാണ്. അത്രത്തോളം ഒന്നും നോക്കിയെടുക്കാനും ഇതിൻ്റെ പണികൾ ചെയ്യാനും സമയമില്ല. അതുകൊണ്ട് ചെയ്യാത്തതാണ്. ഇപ്പോൾ ഇത് ഈ വണ്ടികൾ വിൽക്കുകയും ഇതുപോലെ ഇവിടെ വണ്ടി വരികയും ചെയ്യുന്നത് വെറുതെ ഒന്നും വരത്തില്ല. ഇത് ഏതെങ്കിലും കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്ന എടുത്തോണ്ട് വരുന്നതല്ല. പൊട്ടിയത് മാറ്റി കൊടുത്തൂടെ? ഇല്ല, ഈ 100 രൂപയുടെ ഗ്ലാസ് മേടിക്കുന്നവർക്ക് മാറക്കൂടെ. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ കടം മേടിച്ച് നുള്ളി പിടിച്ച പൈസയായിട്ട് വണ്ടി മേടിക്കാൻ വരരുത്. വണ്ടി മേടിക്കാൻ വരുമ്പോൾ കുറച്ച് പൈസ പണിയാനായിട്ട് കയ്യിൽ വെച്ചിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അവസാനം ഒരു എന്തെങ്കിലും ചെറിയ പണി വന്നാൽ അവിടെ നിന്നിട്ട് എന്നെ ഒന്നും പറയരുത്. പഴയ വണ്ടിയാണ്, എല്ലാം പഴയ വണ്ടികളാണ്. ഇത്തിരി പൈസ കയ്യിൽ കരുതി വെച്ചിരിക്കണം. ഇനി എവിടുന്ന് എടുത്താലും എഞ്ചിനും ഗിയറിനും ഞാൻ എക്സ്ട്രാ ഗ്യാരണ്ടി തരും. അപ്പോൾ എല്ലാവരും സാധാരണക്കാരും പാവങ്ങൾ ഈ വണ്ടിയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തവരാണ് വരുന്നത്. ചിലരൊക്കെ വില കൂടിപ്പോയെന്ന് കമൻ്റ് ഇട്ടേക്കുന്നു. അങ്ങനെ ഉള്ളവർക്ക് എനിക്കൊന്നും പറയാനില്ല. ഈ വില കൂടിപ്പോയെന്ന് കമൻ്റ് ഇട്ട വണ്ടികളാണ് ഇവിടെ ആദ്യം കൊടുക്കുന്നത്. അത് അത്രയും ക്വാളിറ്റി ആയിരിക്കും. എക്സ്ട്രാ ക്വാളിറ്റി ആയിരിക്കും. ഇപ്പോൾ ഒരു വണ്ടി വൃത്തിയാക്കി എടുക്കാൻ തന്നെ 10-15 രൂപ എക്സ്ട്രാ ചിലവുണ്ട്. ആ വില അതിൽ കൂടിയാണ് വരുന്നത്. അല്ലാതെ അത് ചെയ്യാതെ കൊടുത്താൽ ആ പൈസയോടെ കുറച്ച് കൊടുക്കുമ്പോൾ അതിന് റേറ്റ് കുറവെന്ന് പറയും. പറഞ്ഞു മനസ്സിലായി. ഒരു പഴയ വണ്ടിയുടെ പഴയ വണ്ടിക്ക് മോഡലിനല്ല വില, വൃത്തിക്കും ക്വാളിറ്റിക്കുമാണ് വില. അപ്പോൾ അതിൻ്റെ വ്യത്യാസം വിലയിലുണ്ടാവും. ഓക്കെ, തീർന്നില്ല. ഈ വണ്ടിയുടെ പേപ്പറൊക്കെ എത്ര ആളുണ്ട്? 2027 ആണ്. 27 വരെയുണ്ട്. 27 വരെയുണ്ട്. നല്ല വണ്ടി കേട്ടോ. 65 രൂപ വില. പെട്രോളാണ്. കാർബറേറ്റർ ആണോ? അല്ല, ഇഞ്ചക്ടർ. 2008 LXi വാഗണാർ. 120 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ് എത്രയായി? ഓണർഷിപ്പ് കൂടുതലായ വണ്ടിയാണ്. വണ്ടി ഹൈ ക്വാളിറ്റി ക്ലീൻ വണ്ടിയാണ്. ഓക്കെ, ഓണർഷിപ്പ് 7 കാണിക്കുന്നത്. 5 7 അറിയാൻ വയ്യ. 7 കാണിച്ചിരിക്കുന്നത്. 7 ഓണർഷിപ്പായി എന്നുള്ളതാണ്. ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. റീപ്ലേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ എല്ലാം കൊള്ളാം. എസിയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യോ? എല്ലാം വർക്കാണ്. ഫുള്ള് വർക്കാണ്. തുരുമ്പൊന്നും കാണുന്നില്ല.
ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. തുരുമ്പില്ല, ബോഡിയെല്ലാം പുതിയതുപോലെ ഇരിക്കുകയല്ലേ, പുത്തൻ കണക്കിരിക്കുകയാണ് വണ്ടി. എത്ര ചോദ്യം? ധൈര്യമായിട്ട് എടുത്തോണ്ടോ. 1,10,000 രൂപ ഫൈനൽ വിലയ്ക്ക് കൊടുക്കാം. 1,10,000. ഹൈ ക്വാളിറ്റി വണ്ടി. ഇപ്പോൾ ടച്ച് പോളിഷ് തന്നെ 15 രൂപ ആയതാണ്. ടയറൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട് കേട്ടോ. ടയർ ബാക്ക് ടയർ ഇച്ചിരി ഉള്ള ഒരു ടയറാണ്. റീപ്ലേസ് ഇല്ലെന്ന് പറഞ്ഞു. ഫുള്ള് പെയിന്റ് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ടച്ച് പോളിഷ് അല്ല, ഫുള്ള് പെയിന്റ് ആണ് ചെയ്തേക്കുന്നത്. ഏതോ 1-2 പീസിലൊന്നും ആയിട്ടില്ല. പോറലുണ്ടായിരുന്നു, ചെറിയ വരകളും കുറികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ക്ലിയർ ആക്കി. ഓക്കെ, അപ്പം എത്ര ചോദ്യം? 1,10. 1,10. ഇത് ബാർഗെയിനിങ് ഇല്ലാത്ത പേപ്പർ കാര്യങ്ങളൊക്കെ ഇനി എത്ര നാളുകൂടി ഉണ്ട്? 2028 വരെയുണ്ട്. ഹോണ്ട സിവിക്ക് 2006 ലാസ്റ്റ് വണ്ടി, പെട്രോളാണ്. ഹോണ്ട സിവിക്ക് ഇത് കിട്ടാത്ത വണ്ടികളാണ്, എല്ലാവരും തിരക്കി നടക്കുന്ന വണ്ടികളാണ്. വില 2.5 ലക്ഷം രൂപയ്ക്ക് പുറത്താണ് ഇതിൻ്റെ വില, അല്ലാതെ കുറഞ്ഞ വിലയ്ക്ക് ഇത് കിട്ടത്തില്ല. പക്ഷേ ഇവിടുത്തെ വില 1,75,000 രൂപയാണ് ഫൈനൽ വില. 1,75,000. ആ, ഡീസലാണോ? പെട്രോളുമാണ്. 1,04,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഏറ്റവും കൂടിയ വണ്ടിയാണ് ഹോണ്ട സിവിക്ക്. വണ്ടി ഇത്ര ഓടിയെങ്കിലൊക്കെ വണ്ടിക്ക് വൃത്തിയുണ്ട് കേട്ടോ. നല്ല വണ്ടി. ഇത്രയും ഓടിയെന്ന് പറയാം, ഇതൊക്കെ 5 ലക്ഷം കിലോമീറ്റർ ഓടിയാലും ഇതുപോലെ തന്നെ ഇരിക്കും. ഓഹോ, ഹോണ്ടയുടെ വണ്ടിയല്ലേ? കൊള്ളാം, അതൊക്കെ കൊള്ളാം, വൃത്തിയാണ്. ടയർ അത്യാവശ്യം കിടപ്പുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല? ഒന്നുമില്ല. ഓക്കെ, ഇത് ബ്ലാക്ക് അടിച്ചല്ലേ? പൊട്ടിപ്പോ ബ്ലാക്കോ എന്തോ ആണ്. അല്ല, വന്നേയില്ലല്ലോ എന്തായാലും. അല്ല, അങ്ങനെ ആയിരിക്കില്ല, ചെയ്തതായിരിക്കും. നല്ല ക്വാളിറ്റിയാണ് വണ്ടി, ഓടിക്കാനൊക്കെ നല്ല ക്വാളിറ്റിയുള്ള 2006 ലാസ്റ്റ് ഹോണ്ട സിവിക്ക്. പേപ്പറൊക്കെ ഇനി എത്ര നാൾ കൂടി ഉണ്ട്? 26 ലാസ്റ്റ് വരെയുണ്ട്. ബാക്കി അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല? എല്ലാം പക്കാണ്, എല്ലാം പക്കാണ്. 2021 എക്സ്പ്രസ് VXI പ്ലസ് ആണ്. 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 80? ആ, 4.25 രൂപ മാർക്കറ്റിൽ വിലയുള്ള വണ്ടിയാണ്. ജെന്യൂൻ കിലോമീറ്റർ ആണ്? ആ, ജെന്യൂൻ ആണ്, അതൊക്കെ ഉറപ്പാണ്. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറും കിടപ്പുണ്ട്. വണ്ടി ഫ്രഷ് വണ്ടി എടുക്കുന്ന പോലെ ഇരിക്കും, പുതിയ മണം മാറാത്ത വണ്ടി. ആൻഡ്രോയിഡ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ? എല്ലാം ഉണ്ട്. പുതിയ വണ്ടി എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും. 4.25 രൂപ മാർക്കറ്റ് വിലയുള്ള വണ്ടിയാണ്. ഇവിടെ കൊണ്ടുവന്ന 2020 ആൾക്കാർ ചോദിക്കുന്ന 4.25 ഇത് 3,60,000 രൂപയ്ക്ക് കൊടുക്കും. 3,60,000 ക്ലീൻ വണ്ടി. ഇതിപ്പം വെളിയിൽ വേറൊരു ഷോപ്പാണെങ്കിൽ എത്ര വരെ ചോദിക്കാം? അവർ 4.5 രൂപ ചോദിക്കും. 4.5 രൂപ ചോദിക്കും. ഉറപ്പാണ്? ആ, ഉറപ്പാണ്. ആ റേഞ്ച് ചോദിക്കും. ചോദിക്കും. അപ്പോൾ 1,00,000 രൂപ ലാഭിക്കുന്നുണ്ട്. അതെ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും? ഇത് VXI പ്ലസ് ആണ്, പെട്രോളാണ്, നല്ല ക്ലീൻ വണ്ടി. വണ്ടി വൃത്തിയുണ്ട് കാണാൻ, ഒന്നും കുഴപ്പമില്ല. വൃത്തിയുണ്ടെന്ന് പറയാൻ പുതിയ വണ്ടിയല്ലേ കിടപ്പുണ്ട് സനൂപേ? പുതിയ വണ്ടിയല്ലേ, അനുവിനെ വൃത്തി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വണ്ടി വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. 2016 VXI സ്വിഫ്റ്റ് പെട്രോളാണ്. 1.15 കിലോമീറ്റർ. 1.15. ടയർ ഫ്രണ്ട് ആവറേജ്, 4 ഡോർ പവർ വിൻഡോ. ടയർ ആവറേജ് ആണ് കേട്ടോ, ടയർ ആവറേജ് ആണ്. സീറ്റ് കവർ ആയിട്ട് വന്നിട്ടില്ല. ആക്സിഡന്റ് ഒന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന, ഒരു പോറൽ പോലും ഇല്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വൃത്തിക്ക് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഓണം പ്രമാണിച്ച് എല്ലാം വൃത്തിയുള്ള നല്ല വണ്ടികളാണ്. ടയർ എല്ലാം ആവറേജ് ആണ് കേട്ടോ. അതിൻ്റെതായ വിലക്കുറവുണ്ട്. 4 രൂപയാണ് മാർക്കറ്റ് വില. 3.65 കൊടുക്കാം. 3.65. എല്ലാ വണ്ടിക്കും ചെറിയ ചെറിയ പണികൾ ചെയ്യാനുള്ള എല്ലാം ഗ്യാപ്പിട്ടാണ് വിലകൾ പറയുന്നതും കൊടുക്കുന്നതും. അത് ശ്രദ്ധിച്ചോളണം. ആർക്കെങ്കിലും എടുത്തോണ്ടോ എന്തെങ്കിലും മേജർ ബുദ്ധിമുട്ടുകൾ വന്നാൽ എന്നെ വിളിക്കണം, അത് ഞാൻ പരിഹരിച്ചു കൊടുക്കും. ഈ ക്ലീൻ വണ്ടി VXI പെട്രോൾ വണ്ടി. വില കൂടുതൽ എന്ന് പറയുന്നത് ഇമാതിരിയുള്ള വണ്ടികളുടെ ഇത് വെച്ചിട്ടാണോ വില കൂടുതൽ എന്ന് ആൾക്കാർ പറയുന്നത്? അല്ല, ഇതിനിപ്പോൾ വില കൂടുതലല്ലല്ലോ. അല്ല, ചില വണ്ടികൾ അങ്ങനെയാണ്. ഇപ്പം ഇതിപ്പം പലരും പല അഭിപ്രായമല്ലേ. അതിപ്പോൾ വണ്ടിയെക്കുറിച്ച് അറിയാത്തവരാണ് വില കൂടുതലെന്ന് പറയുന്നത്. വണ്ടിയെക്കുറിച്ച് അറിയുന്നവർ, ഞാൻ 10-15 വർഷം കൊണ്ട് ഞാൻ കച്ചവടം ചെയ്യുന്നതല്ലേ, 15 അല്ല 10-20 വർഷം കൊണ്ട് ഈ കച്ചവടം ചെയ്യുന്നതാണ്. അപ്പോഴും ഈ ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് വില കൂടിയെന്ന് തോന്നും. അപ്പം നമ്മളേതൊക്കെയായാലും നമ്മളെ കൊണ്ട് തല വെച്ച് കൊടുക്കില്ലല്ലോ ഒരു വില കൂടി. ഈ വണ്ടിയാണെങ്കിൽ പോലും ബാക്കിയുള്ള ഷോപ്പിൽ പറഞ്ഞതിനേക്കാൾ വില കുറച്ചല്ലാണ് പറഞ്ഞത്. പിന്നെ 10-35. അല്ല, ചില വണ്ടികൾ ഈ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലായിരിക്കും അവർക്ക് തോന്നുന്നതായിരിക്കും പറയുന്നത്. അവർ ചിലപ്പോൾ ഒരു ആൾട്ടോ, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ 5 വർഷം മുമ്പ് ഒരു ഇനോവ 2.25 ലക്ഷം രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട്. 5 വർഷം മുമ്പ് അത് നമ്മളടുത്ത 2.5 ലക്ഷം രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഇനോവ, ഒരു 5-6 വർഷം മുമ്പ്. അതിപ്പോൾ ഈ 2 മാസം മുമ്പ് 4.5 രൂപയ്ക്ക് അവർ കൊടുത്തു.
പണിതിട്ട് കൊടുത്തോ? അല്ല, ഒന്നും ചെയ്തില്ല. അതുപോലെ വൃത്തിയാക്കി വെച്ചിരുന്ന അവർ 4 രൂപയ്ക്ക് കൊടുത്തു. വണ്ടികളുടെ വില കാലം കഴിയുന്നവരും കൂടി വരെയാണ്. ഇപ്പോഴും പൈസയുടെ മൂല്യം കുറഞ്ഞു വരെയാണ്. അങ്ങനെ പറഞ്ഞു മനസ്സിലായി. വണ്ടിയുടെ വില കൂടുന്നില്ല, നമ്മളെ പൈസയുടെ മൂല്യം കുറഞ്ഞു വരുന്നത് കൊണ്ട് കൂടിപ്പോകണം. അപ്പോൾ 5 വർഷം മുമ്പൊക്കെ എടുത്ത അതേ വിലയ്ക്ക് തന്നെയാണ് ഓരോ വണ്ടികൾ, അതേ മോഡൽ വണ്ടികൾ ഇപ്പോഴും എടുക്കുന്നത്. സാഹചര്യം അങ്ങനെയാണ്, അത് പൈസയുടെ മൂല്യം കുറയുന്നതുകൊണ്ടാണ്. 2006 വാഗണാർ LX ആണ് എന്ന് വെച്ചാൽ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്തത്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ വകയായിട്ട് AC ഇല്ല, AC വർക്കാവുന്നില്ല. കേട്ടാ, AC വർക്കാവത്തില്ല. ഒരു 800-ൻ്റെ വിലയുള്ള 55 രൂപ. 55,000. ടയറൊക്കെ എല്ലാം അത്യാവശ്യം ആവറേജ് ഓടിക്കാൻ കൊള്ളാം. 55 രൂപയ്ക്ക് AC വേണ്ടെന്ന് വെക്കുന്ന ഒരു ഫാമിലിക്ക് അത്യാവശ്യം യൂസ് ചെയ്യും. ബമ്പറിലെത്തി പെയിൻറ്റ് പോയിരിപ്പുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അതൊക്കെ ചെറിയ മിസ്റ്റേക്കുകളാണ്, ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഇതെല്ലാം കൂടെ ഒരുമിച്ച് എങ്ങനെയാണ് പറ്റുന്നത്? അകവും പുറമൊക്കെ നല്ല വൃത്തിയുണ്ട്, വലിയ പാച്ച് വർക്കോ മറ്റു കാര്യങ്ങളോ ഇല്ല. ഏതൊക്കെയായാലും 55 രൂപ വിലയുള്ളൂ. ഈ AC പണിഞ്ഞു കൊടുക്കുമോ? ഇല്ല, അത് സമയമില്ല. അല്ലെങ്കിൽ ആ AC ശരിയാവത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ പൈപ്പൊക്കെ ഊരിയിട്ടിരിക്കുന്നു. AC പ്രതീക്ഷിച്ച് വരുന്നവർ ഈ വാഗണാർ എടുക്കാൻ വരണ്ട. AC-യും പവർ സ്റ്റിയറിംഗും ഇല്ലാത്ത ഒരു സാധാ വണ്ടി ഉദ്ദേശിച്ച് വരുന്ന ഏതെങ്കിലും ചെറിയ ഫാമിലിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. AC-യുടെ ഒരു കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ. വണ്ടി ഓടിക്കാനാ ചെറിയ കിടക്കങ്ങളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമായിട്ടും. അല്ല, എഞ്ചിനും ഗിയറിനും ഈ വണ്ടിക്കും ഗ്യാരണ്ടിയാണ്. തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല, തുരുമ്പൊന്നുമില്ല. നല്ല വണ്ടി, തുരുമ്പ ഒന്നും ഇല്ലാത്ത നല്ല ഷേപ്പുള്ള വണ്ടി. പെയിന്റ് പോയതിൻ്റെ ഇതാണ്, അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. കൊള്ളാം, വണ്ടി കൊള്ളാം. ഇങ്ങനെ ഈ രീതിയിലൊക്കെ എഞ്ചിനൊക്കെ ഓക്കെയാണേ. ആണ്. അത് അവര് ടെൻഷൻ അടിക്കണ്ട, ഞാൻ ടെൻഷൻ അടിച്ചോളാം എഞ്ചിന്റെ കാര്യത്തിൽ. കുറച്ച് ടെൻഷൻ എനിക്കും ഉണ്ട്, കാരണം വന്ന് എടുക്കുന്നവർക്ക് വൃത്തിയായിട്ട്. എന്റെ വീഡിയോ എടുത്തിട്ട് സനൂപിന് ഇതുവരെയെങ്കിലും ചീത്ത വിളി കേട്ടിട്ടുണ്ട്. അതല്ല, ഏതെങ്കിലും ഒരു കസ്റ്റമർ ഞാൻ ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് പരിഹരിച്ചില്ലെന്ന് പറഞ്ഞ് എന്റെ വീഡിയോയിൽ കമന്റ് ചെയ്തു? ഇല്ല, കമന്റ് ചെയ്തിട്ടില്ല. വിളിക്കുന്നവരെ പരിഹരിച്ചു കൊടുക്കും, വ്യക്തമായിട്ടും പരിഹരിച്ചു കൊടുക്കും, കൃത്യമായിട്ടും പരിഹരിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ ആരും കമന്റ് ചെയ്തിട്ടില്ലല്ലോ, ചീത്ത വിളിയും കേട്ടില്ലല്ലോ എന്റെ വണ്ടി എടുത്തിട്ട്. 2011 സാൻഡ്രോ അല്ല, ഐട്ടൺ സ്പോർട്സ് കാപ്പ എഞ്ചിൻ വരുന്ന ടൈപ്പ്. അകവും പുറവും നല്ല ഹൈ ക്വാളിറ്റി. ക്ലച്ചിനൊരു ചെറിയ ടൈറ്റ് കിടന്നതുകൊണ്ട് കേബിളിൽ തുരുമ്പ് കയറിയതായിരിക്കും ഇപ്പോൾ ഒരു ടൈറ്റ് അനുഭവപ്പെടുന്നു. ഒരു പക്ഷേ ക്ലച്ച് കേബിൾ മാറിയാൽ ശരിയായില്ലെങ്കിൽ അതിൻ്റെ പ്രഷർ പ്ലേറ്റ് മാറേണ്ടി വരും. അല്ലാതെ വണ്ടി ഹൈ ക്വാളിറ്റിയാണ്, 100ക്ക് 100. അത് ലാസ്റ്റ് സമയത്ത് ഇപ്പോൾ 2 മാസം 3 മാസം കൊണ്ട് ഈ വണ്ടി കിടക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ മഴയും വെള്ളമൊക്കെ ആയതുകൊണ്ട് തുരുമ്പ് കേബിളിൽ കയറി കാണും. അങ്ങനെ വരും. ചിലപ്പം പ്രഷർ പ്ലേറ്റിൻ്റെ ഒരു വിഷയം വരാൻ സാധ്യതയുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടി. 1,35,000 60,000 നിന്ന് 35,000 പെട്ടെന്ന് എത്തിയ വണ്ടിയാണ്. എന്ന് വെച്ചാൽ കൊടുത്ത് വിടുക, എന്നിട്ട് ഈ പൈസയ്ക്ക് വേറെ കച്ചവടം ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിലാണ് അങ്ങനെ കുറച്ച് കൊടുക്കുന്നത്. മാൻഡ്രേക്കായിട്ട് ഒരെണ്ണേ ഉള്ളപ്പോഴും ബാക്കി എല്ലാം കൊടുത്തിട്ടുണ്ട്. സാൻഡ്രോ കിടന്ന് കൊടുത്ത് ഒരു 800 ഉണ്ടായിരുന്നു, അത് കൊടുത്ത്. ഇനിയിപ്പോൾ ഒന്നുമില്ല, പഴയ വണ്ടികളൊന്നുമില്ല, എല്ലാം സ്റ്റോക്ക് മാറിയിട്ടുണ്ട്. ഈ ഏറ്റവും വലിയ മാൻഡ്രേക്കായിട്ട് കിടന്നത് ഒരു എസ്റ്റിലായിരുന്നു. എസ്റ്റിൽ അത് മുമ്പ് കിടന്ന് അതും കൊടുത്തു. അതും കളർ. പോളോ 2013 പോളോ കംഫർട്ട് ലൈനാണ് കേട്ടോ. അലോയ്സ് ഒക്കെയാണ്. ഡീസലാണ്. എത്ര ഡീസലാണ്. 112 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2,40,000 രൂപയ്ക്ക് കൊടുക്കാം. 10,000 രൂപ വീണ്ടും കുറച്ചിരിക്കുകയാണ്. മറ്റ് വണ്ടികൾ അഡ്ജസ്റ്റ് ചെയ്താണ് ഇത് കുറയ്ക്കുന്നത്, അല്ലാതെ കയ്യിൽ നിന്ന് നിർത്ത പൈസക്കല്ല. 2,40,000 വീണ്ടും കൊടുക്കാം. ഡീസൽ വണ്ടിയാണ്, നല്ല വണ്ടി, ഒരു കുഴപ്പമില്ല. കിലോമീറ്റർ 1,14 അല്ല 1,12. ടൈമിംഗ് ചെയ്യാനൊക്കെയോ ഒക്കെ മാറിയതായിരിക്കും, അറിയത്തില്ല. ഹിസ്റ്ററി ഒന്നും ഇതിലൊന്നും ഒരെണ്ണത്തിലും ഹിസ്റ്ററി നോക്കിയാൽ ഇതുവരെ എടുത്തിട്ടില്ല. അല്ല, അതപ്പോൾ അറിയത്തില്ലല്ലോ, മാറിയല്ല. ഇല്ല, ഓക്കെ. അപ്പോൾ അത് നോക്കുന്നവർ ചെക്ക് ചെയ്ത് നോക്കുക. എത്ര ചോദിക്കുന്നത്? നിലവിൽ പണികളില്ലല്ലോ, ഇതൊക്കെ മാറുന്നെങ്കിൽ 1.5 മാറുന്നത്. എത്ര ചോദിക്കുന്നത്? എത്രയാ ചോദിക്കുന്നതല്ല, 2,40,000 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. 2,40,000. 2013 പോളോ കംഫർട്ട് ലൈൻ. നല്ലൊരു അലവീലും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. എല്ലാം ഉണ്ട്, നല്ല വണ്ടി, എല്ലാം ക്ലീൻ വണ്ടി, നല്ല രസമുള്ള വണ്ടി. 2013 അൾട്ടോ കേട്ടൻ. ചില ഭാഗങ്ങളിലൊക്കെ പെയിൻറ്റിൻ്റെ ചെറിയ ഉരവുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓടിക്കാനൊക്കെ നല്ല വണ്ടി. ഞാൻ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു 2-3 ദിവസം. ബോണറ്റിൻ്റെ പുറത്തൊരു സ്വപ്പം പെയിൻറ്റിൻ്റെ ഇതുണ്ട്. ഗ്ലാസ്സിലൊരു ചെറിയ വരയുണ്ട്, സ്ക്രാച്ച്. പൊട്ടൽ വേണോ? അല്ല, അതാണ്ട് ഈ സ്ക്രാച്ച്, ചെറിയ സ്ക്രാച്ച് ഉണ്ട്. എൻജിനും ഗിയറും ഒക്കെ നല്ലതാണ്. സസ്പെൻഷനുകൾ കാര്യങ്ങൾ AC എല്ലാം നല്ലതാണ്. LXI കേട്ടനാണ്.
1,60,000 രൂപയ്ക്ക് കൊടുക്കാം. 2 ലക്ഷം രൂപ 2012 ഇപ്പോൾ അടുത്ത സമയത്ത് വിറ്റുകൊണ്ടിരുന്ന വണ്ടിയാണ്. 1,60,000 രൂപയ്ക്ക് കൊടുക്കാം. കളർ ഒരു സുഖമില്ലാത്ത കളർ പോലെ എനിക്ക് തോന്നുന്നു. ബമ്പറിലാണ്ട് അവിടെ ഒത്തിരി പെയിൻറ്റ് 1 ഇഞ്ച് നീളത്തിന് പോയിട്ടുണ്ട്. ബോണറ്റിൻ്റെ പുറത്തൊരു സ്വപ്പം ഇതുണ്ട്. ഇത് പൊട്ടി അല്ലാതെ ഈ ലൈറ്റ് പൊട്ടിയിരിക്കുകയാണ്. സമയം കിട്ടുകയാണെങ്കിൽ അത് മേടിച്ച് മാറി കൊടുക്കുമ്പോൾ അതിൻ്റെ പൈസ കൂടെ ആവും. ഓക്കെ, അപ്പോൾ എത്ര ചോദ്യം? അത് 1,60,000 കൊടുക്കാം. സെക്കൻഡ് ഓണർ വണ്ടി കേട്ടോ. ടയറെല്ലാം ആവറേജ് ടയറുണ്ട്. 2ാമത്തെ ഓണറാണ്. വണ്ടി ഓടിക്കാനും മറ്റൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. എൻജിനും ഗിയറും ഒക്കെ ഗ്യാരണ്ടിയാണ്. ഇതാണ് പറഞ്ഞല്ലേ? അതാണ് പറഞ്ഞത്. വർക്ക്ഷോപ്പിൽ എല്ലാം വണ്ടി കിടക്കുന്നു, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. ഓണമല്ലേ? ഇപ്പോൾ കോളിസ് 2001 നല്ല ഹൈ ക്വാളിറ്റി AC മാത്രമുള്ളൊരു കോളിസ് കിടപ്പുണ്ട്. സ്പാർക്ക് 2011 നല്ല വണ്ടി കിടപ്പുണ്ട്. പിന്നെ 2011 ഫോർഡ് ഫിയസ്റ്റ കിടപ്പുണ്ട്. അതൊക്കെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഇറങ്ങും. അതൊക്കെ നല്ല വണ്ടികളാണ്. 2009 LXi അൾട്ടോ ആണ്. പുത്തൻ കണക്കിരിക്കുകയാണ്. സീറ്റ് കവറിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. ടയറെല്ലാം നല്ല ടയർ, ആക്സിഡൻ്റ് ഇല്ല, ഒന്നുമില്ല. റീടെസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടിരിക്കുന്നു. ഇന്ന് റീടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ഇങ്ങനെ ഒരു കാര്യം ആയതുകൊണ്ട് ഇനി മിക്കവാറും എനിക്ക് തോന്നുന്നു ഓണം കഴിയുമെന്ന് റീടെസ്റ്റ് ചെയ്ത് 1,15 കൊടുക്കും. 1,15? റീടെസ്റ്റ് കഴിഞ്ഞ് 1,15 കൊടുക്കും. നല്ല വണ്ടി, നല്ല വണ്ടി. 1,30, 1,35, 1,40 ഒക്കെ വിൽക്കുന്നവരുണ്ട്. റീടെസ്റ്റ് കഴിഞ്ഞ് LXi വണ്ടിക്ക് പുത്തൻ കണക്കിരിക്കുകയാണ്. ഓണർഷിപ്പ് സെക്കൻഡാണ്. കിലോമീറ്റർ 73 റേറ്റ് 1,15. പെട്രോളാണ്. ആക്സിഡൻ്റ് ഒന്നുമില്ല. പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതേ ക്വാളിറ്റിയിലിരിക്കുകയാണ് വണ്ടി. ഒരു സീറ്റ് കവർ അതിൻ്റെ കുറവുണ്ട്. ഒരു ഫ്ലോർ മാറ്റ് കൂടെ ചെയ്യുകയാണെങ്കിൽ ഫ്ലോർ മാറ്റ് ഉണ്ടോ? ഫ്ലോർ മാറ്റ് ഉണ്ട്. ഓക്കെ, സീറ്റ് കവറിൻ്റെ കുറവേ ഇല്ല. നല്ല വണ്ടി, ഒരു സ്ക്രാച്ചോ പൊറലോ ഒന്നുമില്ല. ടെസ്റ്റിന് വേണ്ടിയുള്ള എല്ലാം കഴിഞ്ഞ് കിടക്കുന്നു. ടെസ്റ്റ് ചെയ്ത് അടുത്ത മാസം 3 വരെ റീടെസ്റ്റ് നിലവിലുണ്ട്. നേരത്തെ മേടിച്ചുകൊണ്ട് പോണവർക്കും ടെസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ഒന്ന് കൊണ്ട് കാണിച്ചാൽ മതി, വണ്ടി കൊടുക്കാൻ പറ്റും. റീടെസ്റ്റ് നിലവിലുണ്ട്. ഫുൾ പെയിൻറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ടെസ്റ്റും ചെയ്ത് 1,15 കൊടുക്കും കേട്ടോ. മേടിക്കുന്നവർക്ക് മേടിച്ചുകൊണ്ട് പോകാം. ഞാൻ പറയുന്നിടത്തൊന്ന് കൊണ്ട് കാണിച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞ് ടെസ്റ്റ് നടക്കുമെന്നാണ് തോന്നുന്നത്. KUV 100 K4+ ഏറ്റവും കൂടിയ വണ്ടി, 6 സീറ്റ്, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഓണർഷിപ്പ് എത്രയാ? ഫസ്റ്റ് ഓണർ 80,000 കിലോമീറ്റർ. ഡീസൽ അല്ലേ? പെട്രോള്. ഒരു തുരുമ്പോ ഒരു സ്ക്രാച്ചോ ഒരു ഡെൻറ്റോ ഒന്നുമില്ല. കാണാൻ നല്ല വൃത്തിയും നല്ല എന്ന് പറഞ്ഞാൽ പുതിയ വണ്ടിയുടെ അതേ ക്വാളിറ്റി ഉണ്ട് വണ്ടി. ടയറിൽ ഇത്തിരി കുറവുള്ളൂ, എന്നാലും 3/4 ഭാഗം ടയറുണ്ട്. ബോഡി എല്ലാം നല്ല ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന അതേ ഒരു ക്വാളിറ്റി ഉണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടില്ല അല്ലേ? സീറ്റ് കവർ ചെയ്തിട്ടില്ല, ബ്ലാക്ക് ആണ്. 4,4 രൂപ മാർക്കറ്റിൽ വിലയുള്ള വണ്ടിയാണ്. നമ്മളെത്ര ചോദിക്കണേ? 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. 3 K4+ ഏറ്റവും കൂടിയ വണ്ടി. OLXിലൊക്കെ ഈ K4+ 18ൻ്റെ വില 4,4, അതിന് മേലിലോട്ടൊക്കെയാണ് കേട്ടോ. 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. ഇതൊന്നും ആരും വില കുറച്ച് എന്തിത്ര വില കുറച്ച് അല്ല, പലരും വന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ എന്തിത്ര വില കുറച്ച് കൊടുക്കുന്നതെന്ന്. ചിലർ കൂടുതലൊന്നും പറഞ്ഞിട്ടുണ്ട്. അല്ല, അതൊക്കെ അപൂർവം. വണ്ടിയെക്കുറിച്ച് അറിയാത്തവരാണ് അങ്ങനെ ഡയലോഗുകൾ അടിക്കുന്നത്. ഒരു വണ്ടി തന്നെ 2 വിലയല്ലേ? 50 രൂപയ്ക്ക് എടുക്കുന്നുണ്ട്, അതേ മോഡല് 1 രൂപയ്ക്ക് എടുക്കുന്നുണ്ട്. 1 ലക്ഷത്തിൽ അങ്ങനെയൊക്കെ വരും. വണ്ടിക്ക് അതിൻ്റെ ക്വാളിറ്റി ഇതനുസരിച്ച് വില വരും. അതിൻ്റെ ടയർ, ബോഡി ഭാഗങ്ങൾ, എൻജിന്, പേപ്പർ, ഇതൊക്കെ അനുസരിച്ച് വണ്ടിയുടെ വിലകൾ ഒരു വണ്ടിക്ക് തന്നെ 2 മാറ്റം വരും. അപ്പം ഈ വണ്ടിക്ക് എന്തായാലും ലോൺ കിട്ടുമല്ലോ? കിട്ടും. അപ്പം നമ്മളിപ്പോൾ ലോൺ ഉദ്ദേശിച്ച് വരുന്നവർക്കുള്ള വില അല്ലേ പറയുന്നത്. അതാണ് ഏറ്റവും വലിയ. ഈ ലോൺ വന്നാൽ 15 ദിവസം വണ്ടിയുടെ കിടപ്പാവും. എനിക്ക് ഈ പൈസ റൊട്ടേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ലോണിട്ട് എടുക്കാൻ പറ്റത്തോളം ഇപ്പം എന്നെ പോലെ അങ്ങനെ വരുന്നവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം. പക്ഷേ എല്ലാ പേപ്പറും ക്ലിയർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ലോണിന് വേണ്ടി വരാവൂ. ലോണിന് വേണ്ടി വരാൻ ആദ്യമായിട്ട് സ്വന്തമായിട്ടുള്ള വീട് തന്നെ വേണം. ആധാർ വേണം, പാൻ കാർഡ് വേണം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് വേണം. ഒരു ഗ്യാരണ്ടറും വേണം. 60 വയസ്സ് കഴിയുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വരാവൂ. അല്ലാതെ ലോണിന് വേണ്ടി വരരുത്. കിട്ടത്തില്ല. വാടക വീട്ടിൽ കിടക്കുന്നവർക്ക് കിട്ടത്തില്ല. പിന്നെ പാൻ കാർഡ് ഇല്ലാത്തവർക്ക് കിട്ടത്തില്ല. അതൊക്കെ പെട്ടെന്ന് എടുക്കാവുന്നേ ഉള്ളൂ. എങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നല്ല ട്രാൻസാക്ഷൻ വേണം. സിബിൽ സ്കോർ കറക്റ്റ് ആയിരിക്കണം.
ലോണും മുടക്കമുള്ളവർക്കൊക്കെ പാടാണ്. പിന്നെ എല്ലാം ചെയ്ത് കൊടുക്കുന്ന ഉടായിപ്പ് കമ്പനികളൊക്കെ ഉണ്ട്, അതിലും ചെയ്യാനൊക്കെ പറ്റും. ചെയ്യണമെന്ന് വിചാരിച്ചാൽ എങ്ങനെ വേണോ ചെയ്യാം. എനിക്ക് എന്നാലും അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ വെച്ചാൽ ഇപ്പൊ ഇത്രയൊക്കെ ആകുമ്പം ഇത് ഒരു ലോണിൽ പോവുകയാണെങ്കിൽ എത്ര രൂപ ആദ്യം തരേണ്ടി വരും? ഇത് 4,10,000 രൂപ IDV ഉണ്ട്. അല്ല 4,10,000 രൂപ IDV ഉണ്ട്. നമ്മളെ വണ്ടി വിൽക്കുന്നത് 3 ലക്ഷത്തിന്. ഈ വണ്ടിക്ക് 4 രൂപ ലോൺ കിട്ടും. അപ്പൊ പൈസ ഇല്ലെങ്കിലും സിവിൽ സ്കോർ പക്ക ആണെങ്കിലേ ഇതെല്ലാം പറ്റത്തുള്ളൂ. ഇവിടെ വരുന്ന 90% പേര് ഒന്നും ഇല്ലാത്തവരാണ്. അങ്ങനെയാണ് ലോൺ കിട്ടാത്തത്. എൻ്റെ വണ്ടികൾ ഇവിടെ എന്താ കിടപ്പായി പോകും. ആൾക്കാരൊന്നും ഇങ്ങനെ അപ്പോൾ കണ്ട് ലോണിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി വേറെ ആളെ കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വണ്ടി അങ്ങനെ ചെയ്യല്ലേ. ഓക്കെ. ഫസ്റ്റ് ഓണർ സാൻഡ്രോ 2011 സാൻഡ്രോ സിംഗ് ആണ്. കിലോമീറ്റർ 116 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. 1-2 സ്ക്രാച്ചും ഒരു ചെറിയ പാച്ച് വർക്കും ഒക്കെ എൻ്റെ സൈഡിലുണ്ട്. പക്ഷേ വണ്ടി നീറ്റ് ക്ലീൻ. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ 116 ഓടി. റേറ്റ് 115. 116 ഓടിയ വണ്ടിക്ക് 115. ഓക്കെ. വണ്ടിക്കകമൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പം വില കൂടിയോന്ന് ചോദിക്കുന്നവർക്ക് ഇനിയിപ്പോൾ ഇതിന് ചെറിയ പാച്ച് വർക്കും സ്ക്രാച്ചും ചെയ്താൽ അടുത്ത വീഡിയോയിൽ ഇതിന് വില കൂടും. അറിയാവുന്നവർക്കേ വെറുതെ ഇരുന്ന് ഡയലോഗുകൾ അടിക്കാം. ഇപ്പം എന്താ 5 രൂപ കൂടിയത്, 10 രൂപ കൂടിയത്, ചിലപ്പോൾ 15-20 കൂടും. അതിൽ ചെയ്യുന്ന പണി പോലെ ഈ വില കൂടിക്കൊണ്ടുവരും. അതെ കേട്ടോ. ഇപ്പൊ കിട്ടുന്ന ആര് വന്ന് ഏതൊരു കംപ്ലൈന്റ് പറഞ്ഞാലും അത് അടുത്തതിനെ ക്ലിയർ ആക്കിയിടും. ചില സമയം കിട്ടാത്ത ക്ലിയർ ആക്കത്തില്ല. ഇതിൽ ടച്ച് ചെയ്യാനുണ്ട്. ആ പാച്ച് വർക്ക് കാണിച്ചു കൊടുത്തേ സനൂപേ. അവിടെ ഒരു ചെറിയൊരു ഹോള്, മൈന്യൂട്ടായൊരു ഹോള്. ഈ ടയറിന്റെ അടിയിലൊരു ചെറിയത്. എഞ്ചിന് ഗിയർ ബാക്കി എല്ലാം ക്ലിയർ ആണ് കേട്ടോ. അതൊക്കെയുള്ളു. നിലവില് 115 കൊടുക്കാം. എൻ്റെ ഫൈനൽ വിലയാണ്. കണ്ടീഷൻ അടുത്ത വർഷം അവസാനം റീടെസ്റ്റ് വരും. സിംഗിൾ ഓണർ, നീറ്റ് ആൻഡ് ക്ലീൻ സാൻഡ്രോ സിംഗ്. സിംഗിൾ ഓണർ കേട്ടൻ. 69,000 കിലോമീറ്റർ, 1,23,000 രൂപ വില. ഫ്രണ്ട് ചെറിയ തട്ടിയിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് പണിതിട്ടുണ്ട്. വേറെ ഒരു കുഴപ്പമില്ല. നല്ല വണ്ടി. ഗ്ലാസ് ബമ്പർ അങ്ങനെ എന്തെങ്കിലും ബോണറ്റ് ഗ്ലാസ് മാറിയിട്ടുണ്ട്. അബ്രോണി തൊട്ടിട്ടില്ല കേട്ടോ. ഇതൊന്ന് ഞാൻ മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊന്ന് തുറന്ന് കാണിക്കാം. അബ്രോൺ സൈഡ് ഒന്ന് കാണിക്കാമല്ലോ. വണ്ടിക്ക് അകമൊക്കെ നല്ല നീറ്റാണ്. ടയറ് ആവറേജ്. വണ്ടി പുതിയ സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, ഓടിക്കാൻ നല്ലത്, ടയറെല്ലാം കൊള്ളാം. സിംഗിൾ ഓണർ, 60,000 കിലോമീറ്റർ, പ്രത്യേകിച്ച് കമ്പനി സർവീസ്. ഓക്കെ. ഫ്രണ്ട് ടയർ നല്ല ടയറാണ് കേട്ടോ. ഫൈനൽ വിലയാണ് 1,20,000. ബാറ്ററി എടുത്ത് മാറ്റി വെച്ചേക്കുന്നത്. ഫ്രണ്ട് സൈഡൊന്നും കുഴപ്പമില്ല. ഇത് പൊട്ടിയിട്ടുണ്ടോ? ഇത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നല്ല ഇതിലിരിക്കുന്നത്. അംബ്രോണൊന്നും തൊട്ടിട്ട് പോലും ഇല്ല. നല്ല ഫ്രണ്ട് നല്ല പുതുപുത്തൻ കണക്കിരിക്കുന്നത്. അതുകൊണ്ടാണ് മാറി. ഈ ഇതും മാറി. ബോണറ്റും മാറി. ഓക്കെ. എത്ര ചോദ്യം? 1,23 ഫൈനൽ വിലയ്ക്ക് കൊടുക്കാം. വെൻഡോ മാർക്കറ്റിൽ 2015 വണ്ടിക്ക് 5 രൂപ വിലയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 10 കിലോമീറ്റർ. ഡീസൽ. 3ാമത്തെ ഓണർ. ഡീസൽ വണ്ടി. ഡീസൽ. ഇതിൻ്റെയും ടൈമിംഗ് ചെയ്യാനെ പറ്റി ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഇതൊന്നും ഇപ്പം നിലവിൽ ഒരു കംപ്ലൈൻറ്റ് ഇല്ലാത്ത കറക്റ്റ് വണ്ടികൾ. ഇതൊന്നും ഇപ്പം അല്ല ടൈമിംഗ് മാറുന്നത്. 1:30 ആകുമ്പോഴും അതിനെ സൗണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് മാറുന്നത്. മാറി കാണുമെന്ന് എനിക്കറിയില്ല. നിലവിൽ ഹൈ ക്വാളിറ്റി വണ്ടി. ഒരു സസ്പെൻഷൻ അടിയോ ഒരു സ്മോക്കോ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിലെ. അതെ. ആ CC ഇടുന്ന കാരണം കിടപ്പായി പോയതാണ്. അല്ലാതെ ആളില്ലാത്തതുകൊണ്ടൊന്നല്ല. ഈ KUVക്ക് ഈ ഇതൊക്കെ 1000 കസ്റ്റമറുണ്ട്. എല്ലാവർക്കും CC വേണം. CC ശരിയാവുന്നില്ല. അങ്ങനെ സ്ട്രക്കായ വണ്ടികളാണ് ഇതൊക്കെ. ഓക്കെ. എത്ര ഇത് ചോദിക്കുന്നത്? എത്ര? 3,40,000 രൂപയ്ക്ക് കൊടുക്കാം. നമ്മൾ എത്ര ഇട്ടിരുന്നതിന് മുമ്പ്? 360. 20,000 രൂപയുടെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് ഇവിടെ ചെറിയ ചണക്കുണ്ട് കേട്ടോ. ഇതൊന്നും CC ഇടാത്ത വിലകളാണ് പറയുന്നത്. CC വന്നാൽ ഇത് വണ്ടി കിടപ്പാവും. എനിക്ക് പൈസ റോളാവത്തില്ല. ഫോർഡ് ഫിഗോ 2013, 1,26,000 കിലോമീറ്റർ. നല്ല വണ്ടി. കാണാൻ വൃത്തിയൊക്കെ ഉണ്ട്. ചെറിയ മൈന്യൂട്ടായ സ്ക്രാച്ചുകൾ അങ്ങനെ മറസൈഡിലുണ്ടാകും. അല്ലാതെ വേറെ കുഴപ്പങ്ങളില്ല. ടയറൊക്കെ ഓണർ ഫസ്റ്റോ സെക്കൻഡോ ആണ് കേട്ടോ. ഇതിലത് എഴുതിയിട്ടില്ല. കിട്ടാത്തതുകൊണ്ട്. ചെറിയ ടച്ച് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല വണ്ടി. അകവും പുറമൊക്കെ വൃത്തിയുണ്ട്. അകം കാണാനൊക്കെ കൊള്ളാം. വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. 1,35,000 രൂപയ്ക്ക് കൊടുക്കാം.
2013. ഗ്ലാസ് വല്ലതും തുറന്നു കിടന്നാണോ വെള്ളം വീണേക്കുന്നകത്ത്? ഗ്ലാസ് തുറന്ന് നടക്കുന്നുണ്ടാണ്. എത്ര ചോദിക്കുന്നത്? 1.35. 1.35. ഡീസൽ വണ്ടിയാണ്. എത്ര നാളും കൂടി പേപ്പർ കാര്യങ്ങളുണ്ട്? 2028 വരെ ഉണ്ട്. 28 വരെ. ഓക്കെ. അത്യാവശ്യം ടയർസ് കിടപ്പുണ്ട്. തീരെ ഇല്ല. കാറൊക്കെ ഉണ്ട്. ചെറിയ തോതിൽ അത്യാവശ്യം ടയറുണ്ട്. അതൊന്നും കുഴപ്പമില്ല. വേറെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നല്ല വണ്ടി. ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി. നല്ല വണ്ടി. ഇവിടെ ഇൻഡിക്ക 2029 വരെ പേപ്പറുണ്ട്. 4 വർഷം ഫുള്ള് പേപ്പറുണ്ട്. ഓണർഷിപ്പോ? ടയറെല്ലാം നല്ല വണ്ടി. ഓണർഷിപ്പ് 2. നല്ല ക്ലീൻ വണ്ടി. 50 രൂപ. എന്ത് ഓടി? ഓടിയത് ഇതിനൊക്കെ ഓടിയൊന്നും അറിയാൻ പറ്റത്തില്ല. എൻജിനും ഇതിൻ്റെ എൻഡിക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എൻജിനൊക്കെ ഒരു ഹാഫ് കണ്ടീഷനേ ഉണ്ടാവും. വണ്ടി ഓടിക്കാനൊക്കെ നല്ല വണ്ടി. ബാറ്ററി ചാർജ് കുറവാണെന്ന് തോന്നുന്നു. ഓക്കെ. ബാറ്ററി എത്ര 100 ബാറ്ററി അല്ലെന്നാണ് എനിക്ക് തോന്നുന്നു. 50 രൂപ. 50 രൂപ. 5 വർഷം പേപ്പറുള്ള ഇൻഡിക്ക. നല്ല കളറ്, ഓടിക്കാൻ നല്ല സുഖം. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്. എൻജിൻ നല്ലപോലെ വർക്ക് ചെയ്യും. എല്ലാം വർക്ക് ചെയ്യും. ACയും പവർ സ്റ്റിയറിംഗും എല്ലാം വർക്ക് ചെയ്യും. ഓടിക്കാൻ നല്ല സുഖമുണ്ട്. ഈ ഇൻഡിക്ക എല്ലാ ഇൻഡിക്കയുടെയും എൻജിൻ ഫുൾ കണ്ടീഷൻ കിട്ടണമെങ്കിൽ കമ്പനിയിൽ നിന്ന് എടുക്കണം. വെളിയിലിറക്കി ഓടിയാൽ പിന്നെ ഹാഫ് കണ്ടീഷനേ കാണും. അങ്ങനെയാണ്. അതങ്ങ് ഓടും. നിൽക്കത്ത ഒന്നുമില്ല. പിന്നെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ വെറുതെ ചെയ്തെടുക്കണം. ഇൻഡിക്ക അങ്ങനെയാണ്. 2019 ടിയാഗോ സിംഗിൾ ഓണർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. എന്തോ ഓടി? ഓടിയത് 78,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ ടിയാഗോ പെട്രോള്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? കേട്ടില്ല. റീപ്ലേസ് ഇല്ല. ആക്സിഡന്റ് അല്ല. അണ്ണ ഇത്രയും ദൂരെ പോയി നിൽക്കുന്നത് എന്തിനാ? അതുകൊണ്ട് കേൾക്കാത്തത്. ഇത് കാണുന്നവർക്ക് വിചാരിക്കും ഇവരെന്ത് പൊട്ടന്മാരാണത്. വണ്ടികൾ പോവുകയും അണ്ണൻ ദൂരെ നിൽക്കുകയും കൂടി ചെയ്താൽ നമ്മൾ പറഞ്ഞ കേൾക്കത്തില്ലല്ലോ. 3,05,000 രൂപയ്ക്ക് കൊടുക്കാം. അപ്പൊ ഒരു കളയും തിരിഞ്ഞ് 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. അല്ല, ഇതേ 3.10 ഇത് കൊടുക്കാൻ ഇട്ടിരുന്നത്. ഇതുമൊക്കെ CC എത്ര പേര് CCക്ക് വേണ്ടി പോയി മാസങ്ങളോളം ഇത് വണ്ടി കിടപ്പാവുന്നു. ഈ 3 ലക്ഷം രൂപയുടെ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധാരണക്കാരന് ഒറ്റയടിക്ക് ചാടിക്കേറി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു തുകയല്ല. CC ഒക്കെ 3 ലക്ഷം രൂപ കിട്ടുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ അവര് CC പ്രതീക്ഷിച്ച് പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഷോപ്പിൽ വരുന്നവര് സാധാരണക്കാരാണ് തന്നെ. പാവങ്ങളും ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവരാണ്. നമ്മൾ പറയുന്ന വിശ്വസിച്ച് മേടിച്ചുകൊണ്ട് പോകുന്നവരാണ് കൂടുതലും. അങ്ങനെയാണ്. അപ്പോൾ അവരെ വീട്ടിലുള്ളത് അങ്ങനത്തെ പോലെ കാണുന്നുണ്ട് തന്നെ. അപ്പൊ അണ്ണ ഈ 3 ലക്ഷം രൂപയുടെ ഒക്കെ വണ്ടി എടുത്തിട്ട് ഇവരെങ്ങനെ എടുക്കും? അതാണ് എന്റെ ചോദ്യം. അല്ല, അതെ, പൈസ ഒപ്പിച്ചപ്പോ വേറെ അവർക്കുള്ള വണ്ടി വേറെ ഉണ്ടല്ലോ. രണ്ടുപേരെ നമുക്ക് നോക്കണ്ടേ? അല്ല, ഞാൻ പറയുന്നത് CC കഴിയുന്ന CC ഒഴിവാക്കി എടുക്കുന്നതാണ് നല്ലത്. എനിക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിലും അവർക്ക് നല്ലത് CC ഒഴിവാക്കി എടുക്കുന്നതാണ്. അത് അവരുടെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് CC ഇവിടെ ശരിയാവുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. എൻ്റെ അടുത്ത് വരുന്നവരെ CC ശരിയാവുന്നില്ല. എൻ്റെ ജീവിതത്തിൽ 2-3 CC ഇതുവരെ ശരിയായിട്ടുള്ളൂ. അങ്ങനെ ഒരു യോഗ ഇരിക്കുകയാണ്. എനിക്ക് CC ഇടുന്നത് ഇഷ്ടമല്ല. ഇവിടെ വരുന്നവർക്ക് CC അതുകൊണ്ട് ശരിയാവുന്നതുമില്ല. നിങ്ങൾ ഇഷ്ടമല്ലാത്തതുകൊണ്ടാ അത് ശരിയാവാത്തത്. 2012 അൾട്ടോ LXi ബമ്പറിലൊക്കെ അത്ര ഓണർഷിപ്പ് 3rd. 86,000 കിലോമീറ്റർ. ഓടിക്കാനൊക്കെ സുഖമുള്ള നല്ല വണ്ടി. ബമ്പറിലൊക്കെ അതി സ്ക്രാച്ച് ഉണ്ട്. ടച്ച് ചെയ്യിക്കണമെന്ന് കുറേ ദിവസം കൊണ്ട് വിചാരിച്ചിട്ടും പട്ടി കടിക്കുന്നതാണത്. ഇവിടെ ചെറിയൊരു ചണക്കുണ്ട്. ഓണർഷിപ്പ് 3rd. എന്ത് ഓടിയിട്ടുണ്ട്? 86,000 കിലോമീറ്റർ. അൾട്ടോ LXi AC പവർ സ്റ്റിയറിംഗ്. 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. 1,40,000 രൂപ. വണ്ടി വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ ചെയ്ത വണ്ടിയാണ്. ആ രീതിയിൽ വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ നടപ്പുണ്ട്. ടയർ ആവറേജ് കണ്ടീഷൻ. ഓടിക്കാൻ നല്ല വണ്ടി. LXi ഒന്നുമില്ല. നല്ല വണ്ടി. ഓവറോൾ വണ്ടി കുഴപ്പമില്ല, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പുറ സൈഡ് നോക്കട്ടെ, ഈ സൈഡ് നോക്കിയാലും വണ്ടിയിൽ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ആ പറഞ്ഞാണ്ട് ഈ ബമ്പറിൽ നോർമലി എല്ലാ കാരണം വരാവുന്ന പാച്ചല്ലല്ലേ സ്ക്രാച്ചേ ഉള്ളൂ, അല്ല വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ ഒരു ചെറിയ ചണക്കുണ്ട്. നല്ല വണ്ടി സനൂപേ. ആ ചെറിയ മൈന്യൂട്ട് ഇഷ്യൂസ് പെയിൻറ്റിലും മറ്റു കാര്യങ്ങളിലും വരുന്നതാണ്. നമ്മളിവിടെ കൂടുതൽ ശ്രദ്ധിക്കുന്ന മെക്കാനിക്കൽ ഭാഗങ്ങളാണ്. നിങ്ങൾ ആരും ഈ എന്താ പറയുന്നത്, ആരെന്ന് വണ്ടി എടുത്താലും ഇതുപോലെയുള്ള കുറഞ്ഞ വണ്ടികളിൽ ചെറിയ സ്ക്രാച്ചസ്, ചെറിയ ഡെൻറ്റ് കണക്കുള്ള ഞണക്ക് അതുപോലെയൊക്കെ വരും. അതിപ്പോൾ ഞാൻ മാത്രമല്ല, ആരെടുത്താലും വരും. ഇതൊക്കെ ഇനി ശരിയാക്കണമെങ്കിൽ ഈ പൈസ ഇതിൻ്റെ പുറത്താവുകയും ചെയ്യും. ആക്കിയാലും നമുക്ക് 160 ചോദിക്കാം.
എല്ലാം ക്ലിയർ ആക്കിയിട്ടാണെങ്കിൽ 160 അങ്ങനെ ചോദിക്കുക. അപ്പോൾ അങ്ങനെയല്ല, ഞാനിതിപ്പോൾ എല്ലാം പണിയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കൊണ്ടിരുന്നതാണ്. ഞാൻ മെക്കാനിക്കൽ ഭാഗങ്ങളാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. അതാണ് ഒരു മനുഷ്യർക്ക് ഒരു ഉപയോഗത്തിൽ വരുന്നത്, അതാണ്. ബാക്കി ഭംഗിക്ക് വേണ്ടി വരുന്നതാണ്. മെക്കാനിക്കൽ ഭാഗങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. എഞ്ചിന്, ഗിയർ, ഏത് വണ്ടിക്ക് കുഴപ്പമുണ്ടെങ്കിലും നിങ്ങൾ പറയണം. എന്തെങ്കിലും ഇഷ്യൂസ് ഞാൻ പരിഹരിച്ചില്ലെങ്കിലും ചാനലിൽ കമൻറ്റ് ചെയ്യണം. അതെല്ലാ വീഡിയോയിലും പറയുന്നതാണ്, അതിന് പ്രസക്തിയില്ല. അപ്പോൾ എന്നിൽ ആൾക്കാർക്കൊരു വിശ്വാസമുണ്ട്. ചിലരൊക്കെ വന്ന് കണ്ടിട്ട് ചെറിയ പോറലോ ചെറിയ ഞണക്കോ കണ്ടിട്ട് തിരിച്ചു പോകുന്നു. ഞാൻ ആ ഭാഗങ്ങളൊന്നും അല്ല കൂടുതൽ ശ്രദ്ധിക്കുന്നത്. മെക്കാനിക്കലി ഭാഗങ്ങൾ, സസ്പെൻഷൻ, ഗിയർ ബോക്സ്, എൻജിൻ, പിന്നെ ഇതിൻ്റെ ഷോക്കുകൾ, ഇതൊക്കെ ശ്രദ്ധിക്കും. പിന്നെ ഈ ഒരു മാരുതിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ടിലൊരു കിടക്കോ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാതൊന്നും വലിയ പൈസയൊന്നും ആവത്തില്ല, ചെറിയ പൈസ ആകത്തുള്ളൂ. ഇപ്പോൾ എഞ്ചിനിൽ ലീക്ക് എന്ന് പറയുന്നു, എഞ്ചിനിൽ ഒരിക്കലും ഹോൾ വരത്തില്ല. എഞ്ചിനിൽ ഒരു പക്ഷേ ലീക്ക് ഉണ്ടെങ്കിൽ ഒരു ഓയിൽ സീൽ മാറിയാലോ ഒരു പാക്കിങ് മാറിയാലോ അത് മാറും. അതൊന്നും വലിയ പണിയൊന്നും അല്ല ഒരിക്കലും. അത് ചിലർ വിചാരിക്കും എഞ്ചിനിൽ ഹോൾ കാണും, എഞ്ചിൻ പൊട്ടിയിരിക്കണം. അങ്ങനെയൊന്നും ഒരിക്കലും എഞ്ചിൻ ആവത്തില്ല. ഒരു ഓയിൽ സീൽ മാറിയാൽ മാറുന്ന ലീക്കേ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പാക്കിങ് മാറിയാൽ മതി. ചെറിയ മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ 4 പ്ലഗ് മാറിയാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ കോയിൽ മാറേണ്ടി വരും. ഇതൊക്കെ ചെറിയ പൈസകളാണ്, വലിയ പൈസയല്ല. നിങ്ങൾക്കിപ്പോൾ എഞ്ചിൻ തുറന്നുള്ള പണികൾ വരുമ്പോഴോ ഗിയർ ബോക്സൊക്കെ മാറേണ്ടി വന്നാലാണ് വലിയ പൈസകളാവുന്നത്. വണ്ടി ചിലപ്പം ക്ലച്ച് വീസ് തീർന്നാലോ ക്ലച്ച് വീസ് മാറിയിട്ടാനൊക്കെ 10,000 രൂപയുടെ ചിലവേ ഉള്ളൂ. ആ ഒരു പൈസ എപ്പോഴും കയ്യിൽ കരുതി വെച്ചിട്ടേ വരാവൂ. അല്ലാതെ എടുത്തുകൊണ്ട് പോയി എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് വരുമ്പോൾ എന്നെ ചീത്ത വിളിക്കാമെന്നെങ്കിൽ ഇത് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നതല്ല, ഇതുപോലെ എടുത്തുകൊണ്ട് വരുന്നതാണ്. എനിക്ക് നഷ്ടം വരുമെന്നോ മണ്ടത്തരോ പറ്റുമെന്നോ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ വണ്ടി എടുക്കത്തില്ല. അങ്ങനെ ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഗ്യാരൻറ്റിയും പറഞ്ഞ് തരുന്ന വണ്ടി എടുത്തുകൊണ്ട് വരുന്നത് മോശമാവാൻ ഞാൻ ശ്രമിക്കത്തില്ല. നല്ലതാണെന്ന് എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പറ്റാൻ സാധ്യതയില്ല. അതുകൊണ്ട് ചിലപ്പം പറ്റും, ഞാനത് പരിഹരിക്കും. ചിലപ്പോൾ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റിയാൽ ഞാൻ പരിഹരിക്കും, അത് ഉറപ്പാണ്. എന്നെ അത്രത്തോളം അല്ല, എന്നിൽ ഒരുപാട് വിശ്വാസം അർപ്പിച്ച ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരെ ഞാൻ ഒരിക്കലും നിരാശരാക്കത്തില്ല. അത് തന്നെയാണ്. ഇനി ഒരു വണ്ടിയുടെ വെളിയുണ്ട്. ഓക്കെ, 2003 ലാസ്റ്റ് LX അൾട്ടോ, ഫസ്റ്റ് ഓണർ, 68,000 കിലോമീറ്റർ. 2012 അൾട്ടോ എടുക്കുന്നതാണൊക്കെ ഇരിക്കും. ടയറെല്ലാം നല്ല ടയർ, അകവും പുറവും ഒക്കെ നല്ല പുത്തൻ കണക്കിരിക്കും. ഓണർഷിപ്പ് 65 രൂപ വില. ഓണർഷിപ്പ് എത്രയാ? ഫസ്റ്റ് ഒറ്റ ഓണർ, AC ഉള്ള വണ്ടി. വണ്ടി കണ്ടാൽ 2012 വണ്ടി എങ്ങനെയായിരിക്കും? അവിടെ കിടക്കുന്ന 2012 വണ്ടിയെക്കാട്ടി ക്വാളിറ്റി ഉണ്ട് ഇല്ലേ? കൊള്ളാം, വണ്ടി ക്വാളിറ്റി. 65 രൂപ ഫൈനൽ വില. 65,000. ഫോറിലൊന്നും വലുതായിട്ട് കാണുന്നില്ല. എൻ്റെ അകത്ത് കിടക്കുന്ന 2012 വണ്ടിയെക്കാട്ടി ക്വാളിറ്റി ഉണ്ട്. ഫസ്റ്റ് ഓണറാണ്. ബാക്ക് ടയറൊക്കെ ആവറേജ് ആണ്, ഫ്രണ്ട് ടയർ അതിനേക്കാൾ ഉണ്ട്. ടയറൊക്കെ നല്ല ടയർ. ബെയറിങ്ങിന് ചെറിയ മൂളലുണ്ട്. ഇന്നത് കൊണ്ടുപോയി ശരിയാക്കും. ചിലപ്പോൾ ശരിയാക്കുന്ന പൈസ കൂടെ ആവും, അതും കൂടി ആവും. നല്ല ഒരു ക്വാളിറ്റി വണ്ടി ഒരാൾക്ക് എടുക്കാൻ പറ്റും. അല്ല, 3 വർഷത്തിൽ കൂടുതൽ പേപ്പറുണ്ട്, AC ഉണ്ട്, ടയറെല്ലാം നല്ലത്. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി. 68 രൂപയാണ് പൈസ എഴുതി വെച്ചത്. പക്ഷേ 65 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. മിക്കവാറും 68 രൂപയ്ക്കാവും ആ ബെയറിങ് മാറി വരുമ്പോഴേ, കേട്ടോ. ഇതിൻ്റെ പേപ്പർ വർക്കൊക്കെ ഇനി എത്ര ഉണ്ട്? 3 വർഷത്തിൽ കൂടുതലുണ്ട്. 3 വർഷമുണ്ട് കൂടുതലുണ്ട്. നല്ല ക്വാളിറ്റിയാണ് വണ്ടി, കേട്ടോ. മോഡൽ 3 ഗുണം 2012 അതിൻ്റെ അകത്ത് കിടക്കുന്ന 12-നെക്കാട്ടി ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല വണ്ടി, കേട്ടോ. ഓണം പ്രമാണിച്ച് ഒരുപാട് നല്ല വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാ കൂടിയ വണ്ടികളും നല്ലൊരു മാർജിൻ വില കുറച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് കടകളിലും ഷോപ്പുകളിലും ഉള്ളതിനെക്കാട്ടി കൂടിയ വണ്ടികൾ, കുറഞ്ഞ വണ്ടികളിലൊന്നും കുറയ്ക്കാൻ വേണ്ടി ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെറിയൊരു മാർജിൻ എടുത്താണ് എല്ലാ വണ്ടികളും പറഞ്ഞിരിക്കുന്നത്. ആർക്കെങ്കിലും വില അധികമാണെന്ന് തോന്നിയാൽ അതവരുടെ തോന്നൽ മാത്രമാണ്, വില അധികമല്ല. മാർക്കറ്റ് നല്ലോണം പഠിച്ചിട്ട് ചെയ്യുന്നതാണ്. ഒരുപാട് വർഷം കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. വണ്ടികളുടെ വില നിശ്ചയിക്കുന്നത് മോഡൽ മാത്രമൊന്നും അല്ല. പ്രത്യേകിച്ച് പഴയ വണ്ടിയൊക്കെ, മോഡലുള്ള വണ്ടിയൊക്കെ എല്ലാ മാർക്കറ്റ് വിലയെക്കാട്ടി 1 ലക്ഷം രൂപ വരെ കുറവാണ് ഇവിടെ. നിങ്ങൾ തിരക്കിയിട്ടേ വരാവൂ. അതുപോലെ തന്നെ നേരെ ഇവിടെ വരരുത്. 3-4 കടകളിൽ കയറി തിരക്കി വില കുറവാണെങ്കിൽ മാത്രം എടുക്കണം. വില കൂടിപ്പോയെന്ന് തോന്നിയാൽ എടുക്കരുത്. അതല്ല, നിങ്ങൾ എടുത്ത വണ്ടിയിൽ ഏതെങ്കിലും ഞാൻ പ്രശ്നം പരിഹരിക്കാത്തതുണ്ടെങ്കിലോ നിങ്ങൾക്ക് വില കൂടിപ്പോയി എന്ന് തോന്നുന്നെങ്കിലോ നിങ്ങൾക്ക് ചാനലിൽ കമൻറ്റ് ചെയ്യാം. ഒരു വിഷയമല്ല, എനിക്കത് സന്തോഷമേ ഉള്ളൂ. പിന്നെ ഇത് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരാരും എൻ്റെ നിന്ന് വണ്ടി മേടിച്ചിട്ടുള്ളവരല്ല, അവർ ഈ വണ്ടിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരുമല്ല. വണ്ടികൾ മേടിച്ചുകൊണ്ട് പോണവർക്ക് തന്നെ എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പണിയായിട്ട് സംബന്ധം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാം. ചിലർ പറ്റിക്കുന്നുണ്ട്, വർഷാപ്പുകളിലായാലും ആവശ്യമില്ലാത്ത പണികൾ ചെയ്ത് പൈസകൾ പാവങ്ങൾ അപഹരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എന്നെ വിളിച്ച് ചോദിക്കാം. ഒരു പക്ഷേ ആർക്കെങ്കിലും എൻ്റെ നിന്ന് വണ്ടി എടുക്കാത്തവർക്ക് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വില വേണമെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാം. എന്ത് അസിസ്റ്റൻസ് വേണമെങ്കിലും ചെയ്യും.
പിന്നെ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കും. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഓണം പ്രമാണിച്ച് വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എടുക്കാനാണെങ്കിലും സാധാരണക്കാരായിട്ടുള്ളവർക്ക് എടുക്കാനാണെങ്കിലും സ്റ്റോക്കുകൾ ഇഷ്ടം പോലെ വന്ന് കിടപ്പുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ പുള്ളി പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പറയുന്നതിനകത്ത് ഇത്രയും വണ്ടി ഉള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും വണ്ടിയുടെ ഓണർഷിപ്പിലോ അല്ലെങ്കിൽ കിലോമീറ്ററിലോ എന്തെങ്കിലും നേരിയ വ്യത്യാസങ്ങൾ വന്നു പോയാൽ ക്ഷമിക്കുക. അത് എല്ലാം ഓർത്ത് വെക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ പറ്റിപ്പോകുന്നതാണ്. അപ്പോൾ ഇപ്പം 1 അല്ലെങ്കിൽ 2 എന്ന് പറയുന്നതിനകത്ത് ചിലപ്പോൾ ഒരു 3 ആവാം. അപ്പോൾ അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വരുന്നതിന് മുമ്പേ ജസ്റ്റ് വിളിച്ച് ചോദിക്കുക. അപ്പോൾ പുള്ളിക്ക് ഡയറിയൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് പറഞ്ഞു തരാനുള്ളൊരു സമയം കിട്ടും. അപ്പോൾ അത് ആ രീതിയിലൊന്ന് കറക്റ്റായിട്ട് എൻക്വയറി ചെയ്തിട്ട് വരണം. ചിലപ്പം മനുഷ്യനല്ലേ പിള്ളയെ ഒരു ചെറിയ തെറ്റൊക്കെ സംഭവിച്ചു പോവാം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണോ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓണം പ്രമാണിച്ച് എല്ലാവർക്കും നല്ല നല്ല വണ്ടികൾ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ഓണാശംസ ഒന്നുകൂടി തന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ.